ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു 5 മിനിറ്റ് കിട്ടിയാൽ പ്രാർത്ഥിക്കാനായിട്ടുള്ള സ്ഥലം തിരക്കി ഓടുകയാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും തൃപ്തി വരുന്നില്ല. രാത്രി പ്രാർത്ഥിക്കുന്നു, പകല് പ്രാർത്ഥിക്കുന്നു, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നു. ഒരല്പം സമയം കിട്ടിയാൽ പ്രാർത്ഥിക്കാനായിട്ട് ഹൃദയം ആഗ്രഹിക്കുകയാണ്. എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധിയിൽ ഹൃദയം പങ്കുവെക്കുകയാണ്. എന്നിട്ടും തൃപ്തി വരുന്നില്ല. ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉള്ളതാണ് ഇന്നത്തെ ഈ ഒരു സന്ദേശം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? ദൈവം ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത് കൊണ്ട് എന്താണ് ദൈവം ചെയ്യാനായിട്ട് പോകുന്നത്? ഈ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് സ്തോത്രം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇത് വ്യത്യസ്തമായ ഒരു സന്ദേശമാണ്. ഈ സന്ദേശം മുഴുവനായിട്ട് കേൾക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക. ഒരു 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അവർക്കുള്ളതല്ല ഇത്. അവർ കേൾക്കുന്നതുകൊണ്ട് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരല്പം സമയം കിട്ടിയാൽ ദൈവസന്നിധിയിലേക്ക് ഓടിപ്പോയി ഇരിക്കാനായിട്ടുള്ള ആഗ്രഹം ഹൃദയത്തിൻ്റെ അകത്ത് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരിക്കലും ഒരു സാധാരണ അനുഭവമായി കണക്കാക്കാനായിട്ട് പാടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ദൈവവചനത്തിൽ നിന്ന് പറയാം. എത്ര ദൈവവചനം വായിച്ചിട്ടും തൃപ്തി വരുന്നില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ദൈവവചനം വായിക്കുന്നു. ചില ആൾക്കാർ ചിലപ്പം ഇതിനെ ഒരു ആത്മീക പ്രാന്തായിട്ടോ മനസ്സിൻ്റെ അകത്തെ തോന്നലായിട്ടോ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിയെന്നും ഒക്കെ അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞേക്കാം. പക്ഷേ അതൊരിക്കലും അങ്ങനെയല്ല. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക, ഇത് മനസ്സിൻ്റെ ഒരു തോന്നലല്ല. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിലൂടെ ആ ഒരു വലിയ ആത്മീക കൂട്ടായ്മയിൽ നമ്മെ വളർത്തുകയാണ്. അതിൻ്റെ പിറകിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ, എത്ര ദൈവവചനം വായിച്ചിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ചിന്തകളെ മാനുഷിക ചിന്തകളായി കണക്കാക്കി നിങ്ങൾ അവഗണിക്കരുത്. അതിൻ്റെ പിറകിൽ ദൈവത്തിന് ശ്രേഷ്ഠകരമായ ഒരു ഉദ്ദേശമുണ്ട്. ആ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളത് ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് ദൈവിക കൂട്ടായ്മയിൽ ജീവിച്ചിട്ടുള്ള ദൈവഭക്തന്മാരുടെ എല്ലാം ജീവിതം നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ ദൈവത്തിന് സ്തോത്രം ഒരുപാട് സമയങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്നവരും ആത്മാർത്ഥമായി ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ചവരുമാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് കർത്താവുമായിട്ട് നമുക്ക് ചേരാനായിട്ട് പറ്റുന്നത്? എങ്ങനെയാണ് ദൈവവുമായിട്ടുള്ള ആഴമായ ഒരു കൂട്ടായ്മ ബന്ധം നമുക്ക് നിലനിർത്താനായിട്ട് പറ്റുന്നത്? തിരുവചന ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും വാചകങ്ങളല്ല. പ്രാർത്ഥനകൾ പല സമയത്തും നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നാനുള്ള കാരണം അതിൻ്റെ അകത്ത് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമില്ലാത്തത് കൊണ്ടും ദൈവ സാന്നിധ്യമില്ലാത്തത് കൊണ്ടും ആ ഒരു ആത്മീക കൂട്ടായ്മയുടെ മധുരം അതിൻ്റെ അകത്തില്ലാത്തത് കൊണ്ടുമാണ്. അത് അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഹൃദ്യമാണ്, ആസ്വാദ്യമാണ്, മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് പറ്റാത്തതുമാണ്. ഇനിയും ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുതന്ന കുറച്ച് ചിന്തകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എംപ്ലോയീസ് ഓൺബോർഡ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. ഓൺബോർഡ് പ്രോസസ്സ്, എംപ്ലോയീസ് ഓൺബോർഡ് പ്രോസസ്സ് എന്താണെന്നറിയാമോ? ഓൺബോർഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഒരു കമ്പനിയിലേക്ക്, ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. എന്ന് പറഞ്ഞാൽ സമഗ്രമായ ആ ഒരു കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താനായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ടൈമാണ്. ഈ IAS ഓഫീസർമാരെ, IPS ഓഫീസർമാരെ, ഏത് ജോലി മേഖലകളിലുള്ളവരെയും നിങ്ങൾ ചോദിച്ചാൽ അവരൊരു ട്രെയിനിങ് പീരീഡിലേക്ക് കടന്നുപോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരത്തിൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഓൺബോർഡ് പ്രോസസ്സ് ഉണ്ട്. അതെന്താണത്? അത് പ്രാർത്ഥനയാണ്. കാരണം പ്രാർത്ഥനയിലൂടെയാണ് നാം ശക്തി സംഭരിക്കുന്നത്. പ്രാർത്ഥനയിലൂടെയാണ് നാം ദൈവശബ്ദം കേൾക്കുന്നത്. പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയുമാണ് നമ്മൾ ഒരുക്കപ്പെടുന്നത്, ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത്,
ദൈവത്തിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നിലനിർത്തേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയുള്ള ചില തിരുവചന ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. സർവശക്തനായ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്തെങ്കിലും അഭിലാഷങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും മനുഷ്യന് മാത്രമല്ല, ദൈവത്തിനുമുണ്ട്. എന്താണ് ആ ദൈവത്തിൻ്റെ അഭിലാഷം എന്ന് പറയുന്നത്? മനുഷ്യനോട് കൂടെയുള്ള കൂട്ടായ്മയിൽ വസിക്കാൻ ദൈവം എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സമയങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കിട്ടിയാൽ അതിനുവേണ്ടി ഓടുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാനായിട്ട് പോവുകയാണ്. 63-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദാവീദിന്റെ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റും. ദാവീദിന്റെ അവസ്ഥ 63-ാം സങ്കീർത്തനം, അതിൻ്റെ അകത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഉള്ളം ദാഹിക്കുന്നു, കിടക്കയിൽ ഓർക്കുന്നു, രാത്രിയാമങ്ങളിൽ ധ്യാനിക്കുന്നു. അപ്പോൾ സത്യത്തിൽ ദൈവത്തെ കാണാനും ദൈവസന്നിധിയിലേക്ക് വരാനും ദൈവസാന്നിധ്യ ആ ഒരു അനുഭവത്തിനായിട്ട്, ആ ഒരു ദൈവിക കൂട്ടായ്മയ്ക്കായിട്ട് ദാവീദ് പറയുകയാണ്, എൻ്റെ ഉള്ളം ദാഹിക്കുന്നു, കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുന്നു, രാത്രിയാമങ്ങളിൽ ധ്യാനിക്കുന്നു. ഈ നമുക്കൊക്കെ കിടക്കയിൽ കിടന്ന് ധ്യാനിക്കാൻ അല്ലെ ചിന്തിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടില്ലേ? റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ശയനമോഹങ്ങൾ എന്ന് പറയുന്ന ഒരു പദമാണ്, ജഡത്തിന്റെ പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ട്. എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവിൻ. അപ്പൊ പല സമയങ്ങളിലും കിടന്നുറങ്ങുമ്പോഴും രാത്രിയിലും അനാവശ്യമായ ലൗകികമായ ലോകത്തിന്റെ ഒരുപാട് ചിന്തകൾ ചിന്തിക്കുവാനും അത്തരത്തിൽ പ്രവർത്തിക്കുവാനും പാപവഴികളിലേക്ക് പോകുവാനുമുള്ള ധാരാളം സാഹചര്യങ്ങൾ ഇന്ന് ലോകത്തിൽ നമുക്ക് ലഭ്യമാകുമ്പോൾ ഒരു ദൈവഭക്തൻ പറയുകയാണ്, കിടക്കയിൽ ഞാൻ അങ്ങയെയാണ് ധ്യാനിക്കുന്നത്. അടുത്തത്, രാത്രിയാമങ്ങളിൽ ഞാൻ അങ്ങയെ ഓർക്കുകയാണ്, ധ്യാനിക്കുകയാണ് എന്നുള്ള പദപ്രയോഗങ്ങൾ. യഥാർത്ഥമായ ഒരു ദൈവികമായ കൂട്ടായ്മയ്ക്കകത്താണ് നമ്മൾ ആണെങ്കിൽ നമ്മുടെ ഹൃദയം എല്ലായ്പ്പോഴും ഒരു കർത്താവുമായിട്ടുള്ള, നമ്മുടെ സൃഷ്ടാവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് ഹൃദയം ഇങ്ങനെ വാഞ്ചിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് കിട്ടിയാലും പ്രാർത്ഥിക്കാൻ ഓടുന്നത്, ഒരു 10 മിനിറ്റ് കിട്ടിയാൽ ബൈബിൾ വായിക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കാനും തോന്നുന്നത്. ഇതെല്ലാവർക്കും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിനെ സ്വാഭാവികമായി നിങ്ങൾ കണ്ട് നിങ്ങളതിനെ തള്ളിക്കളയരുത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ലോകം സമാധാനമെന്നും ലോകം സന്തോഷമെന്നും ഒക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന പലതും ഈ ഒരു സമയത്ത് നമുക്ക് സന്തോഷം തരില്ല. ഭൗതികമായ കാര്യങ്ങൾ, സമ്പത്തിനായുള്ള മോഹങ്ങൾ, ലോകത്തിൻ്റെ ആഡംബരങ്ങൾ, സുഖലോലുപതകൾ, ഇത് നല്ലതാണ്, ആ പ്രോഗ്രാം ഒന്ന് കണ്ടു നോക്ക്, അത് നല്ലതാണ്, ഇത് എന്ത് രസമാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പലതും ആസ്വദിക്കുമ്പോൾ, ആഹ്ലാദിക്കുമ്പോൾ അവിടെ ഒന്നും സന്തോഷം കണ്ടെത്താൻ പറ്റാത്തവരായി, എല്ലാവരെയും സന്തോഷം, എനിക്കിതിലൊന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5 മിനിറ്റ് കിട്ടിയാലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടുന്ന ഒരു പ്രത്യേക ആത്മീയ അനുഭവത്തിലാണ് നിങ്ങളെങ്കിൽ, ഞാനൊരു കാര്യം നിങ്ങളോട് ദൈവാത്മാവിൽ ഞാൻ പറയുകയാണ്, കർത്താവിന് നിങ്ങളെക്കുറിച്ച് ശ്രേഷ്ഠമായ ഉദ്ദേശമുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറയാം. 1, അവിടുന്ന് നിങ്ങളെ നിത്യതയ്ക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2, നമ്മിലൂടെ വെളിപ്പെടേണ്ടുന്ന ദൈവപ്രവർത്തികൾക്കായി കർത്താവ്, ദൈവത്തിന് സ്തോത്രം, നമ്മെ ഒരുക്കുകയാണ്, നമ്മെ പണിയുകയാണ്. നമ്മളിപ്പോൾ ഒരു റിസൾട്ടും കണ്ടില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ, നമ്മൾ പോകുന്നിടത്ത് ഒക്കെ ആ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുന്നത്, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണും. ദൈവത്തിന് സ്തോത്രം. അപ്പം 63-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് പറ്റും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ വസിക്കണമെന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം, ഇല്ലേ? അപ്പോൾ ഒരു ദൈവപൈതലിന്റെ യഥാർത്ഥമായ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനോടുകൂടെ വസിക്കുക എന്നുള്ളതാണ്. ലോകത്തിലെ സന്തോഷമെന്ന് പറഞ്ഞ് പലതും സന്തോഷമായി വെച്ച് നീട്ടുമ്പോഴും യഥാർത്ഥമായ ദൈവസ്നേഹത്തിൻ്റെ അകത്താണ് നമ്മളെങ്കിൽ ഇതൊന്നും നമുക്ക് സമാധാനം തരില്ല, ഇതൊന്നും നമുക്ക് സന്തോഷം തരത്തില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, എന്തിനാണ് ദൈവം സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലൂടെ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്? പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: അവിടുന്ന് മിനുക്കിയ അമ്പാക്കി പൂണിയിൽ ഒളിപ്പിച്ച്, ദൈവത്തിന് സ്തോത്രം, തക്ക സമയത്ത്
ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. ഒരു അമ്പ് മിനുക്കിയിട്ട് അല്ലെങ്കിൽ അമ്പിനെ ഷാർപ്പാക്കിയിട്ട് സത്യത്തിൽ എയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എയ്യുന്നില്ല, പൂണിയിൽ ഒളിപ്പിക്കുകയാണ്. ശരിക്കും ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നമ്മളെ പ്രാർത്ഥനയിൽ ഒരുക്കി നാളെ നമ്മളെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല. ദൈവത്തിന് എല്ലാത്തിനും ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയം വരെയും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറായാൽ, അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് പരമമായ ദൈവ ഇഷ്ടത്തിനായിട്ട് നമ്മൾ സമർപ്പിക്കാൻ തയ്യാറായാൽ, ആ കരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ അവിടുത്തെ പൂണിയിൽ നമ്മളെ ഒളിപ്പിച്ചു വെച്ചാലും തക്ക സമയത്ത് അവിടുന്ന് നമ്മളെ ഉപയോഗിക്കും, ഇല്ലേ? ഏത് സമയത്തും ദൈവം ഉപയോഗിക്കാൻ തയ്യാറായിട്ട് വേണം നമ്മൾ ഇരിക്കാൻ, ഇല്ലേ? അങ്ങനെയുള്ള ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യയുടെ തന്നെ, ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് എനിക്ക് ഇന്ത്യയുടെ കാര്യമേ പറയാൻ പറ്റും. ഇപ്പം ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, അവർക്ക് ഒരു കോള് വന്നാൽ അവരെ വിളിച്ചാൽ ഇത്ര സമയത്തിനുള്ളിൽ, കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ റെഡി ആയിട്ടിരിക്കണം, ഇല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും തയ്യാറായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പൂണിക്കകത്ത് അവിടുന്ന് നമ്മളെ മിനുക്കി ഒരുക്കി അതേ ഇരിക്കുമ്പോഴും നമ്മളെപ്പോഴും തയ്യാറായിട്ടിരിക്കുക. ഏത് സമയത്തും കർത്താവിൻ്റെ വരവിനും അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമാണില്ലേ? വന്നു കഴിയുമ്പോൾ പോകാമെന്നുള്ളതല്ല. കാഹളം ധ്വനിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം നമ്മൾ തയ്യാറായിട്ടിരിക്കുക. കാരണം കള്ളൻ ഏത് സമയത്ത് വരുന്നു എന്നറിയാതെ വീട്ടുടമസ്ഥൻ ഉണർന്നിരിക്കുന്നത് പോലെ നമ്മളും ഉണർന്നിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം എങ്ങനെയാണ് തൻ്റെ ഒരു അമ്പാക്കി നമ്മളെ മൂർച്ചയുള്ളതാക്കുന്നത്? ലോകത്തിൻ്റെ ജ്ഞാനവും ലോകത്തിൻ്റെ അറിവുകളും അതിലൂടെ മാത്രമല്ല, പ്രാർത്ഥനയിലൂടെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന് ഒരിക്കലും നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയില്ല. അതിനൊരു പരിധിയുണ്ട്. കാരണം കർത്താവുമായിട്ടുള്ള അഭേദ്യമായ കൂട്ടായ്മ ബന്ധം നിലനിർത്തപ്പെടുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ്. അവിടുന്ന് രാത്രിയുടെ യാമങ്ങളിലുമൊക്കെ നമ്മളെ തട്ടി ഉണർത്തുമ്പോൾ നമ്മൾ അയ്യോ ഉറക്കം പോയല്ലോ എന്ന് കരുതി നമ്മൾ തിരിഞ്ഞു കിടന്നുറങ്ങാനില്ല. ആ സമയങ്ങളൊക്കെയും ദൈവശബ്ദത്തോട് ഒരു പ്രതികരണം ആവശ്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഒരു മെസ്സേജ് തരാം. ദൈവം എൻ്റെ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ തന്നിട്ടുണ്ട്. സങ്കീർത്തനത്തിലെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അതിൻ്റെ വിഷയമല്ലെങ്കിലും ഞാനൊരു ഭാഗം അതിനെക്കുറിച്ച് പറയാം. ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? നിന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന്, എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നെന്ന് എൻ്റെ ഹൃദയം പറയുന്നു, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാസ്തവമായ ദൈവശബ്ദം എങ്ങനെയാണ് കേൾക്കുന്നത്? നമ്മൾ പല സമയത്തും ദൈവശബ്ദം കേൾക്കാനായിട്ട് നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ദൈവദാസന്മാർ എന്നോട് ദൂത് പറയട്ടെ, എന്നോട് ദൈവം ഇടപെടട്ടെ, അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഈ പുറത്തുനിന്ന് കേൾക്കാനാണ് കൂടുതലും നമ്മൾ താല്പര്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനല്ല. നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് ഉയർന്നു വരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റും. പല സമയങ്ങളിലും കേൾക്കുന്നത് ദൈവശബ്ദമാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ പ്രതികരിക്കാതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മിൽ നിന്നൊരു പ്രതികരണം ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള ആത്മീക അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ആത്മാവാം ദൈവം തൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം ദൈവത്തോടുള്ള ആഴമായ ഒരു കൂട്ടായ്മയ്ക്കായി വാഞ്ചിക്കുകയാണ്. ആ വാഞ്ചയെ മണ്ണിട്ട് മൂടിക്കളയരുത്, അതിനെ അവഗണിക്കരുത്, അതിനെ സാധാരണമെന്ന് കരുതി തള്ളിക്കളയരുത്. തള്ളിക്കളഞ്ഞാൽ പിന്നീട് അത് കിട്ടാതെ പോയി എന്ന് വരാം. കാരണം എപ്പോഴും ആത്മാവ് വാദിക്കില്ലെന്നാണ് വചനം പറയുന്നത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിനായി നിങ്ങളുടെ ഹൃദയം ദാഹിക്കുന്നുവെങ്കിൽ, വാഞ്ചിക്കുന്നുവെങ്കിൽ കൂടുതൽ സമയങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ജീവിതത്തിനായിട്ട് സമർപ്പിക്കുക. പ്രാർത്ഥനയിലാണ് നമ്മൾ ശക്തി സംഭരിക്കുന്നത്. പ്രാർത്ഥിക്കാത്തടത്ത് ദൈവം പ്രവർത്തിക്കില്ല. പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പ്രവർത്തിക്കാൻ ദൈവം തയ്യാറായി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതമായിരുന്നു. രാത്രിയുടെ യാമങ്ങളെല്ലാം ആമേൻ, ഒരു രാത്രി മുഴുവനുമൊക്കെ നീണ്ടു നിൽക്കുന്നതായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥന. യേശുവിൻ്റെ ഓരോ ദിവസത്തിൻ്റെ പ്രഭാതവും പ്രാർത്ഥനയിൽ നിന്നാണ് ആരംഭിച്ചത്. പിതാവിനോടുകൂടെ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന യേശുവിനെ നമുക്ക് സുവിശേഷ പുസ്തകങ്ങളിൽ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ആമേൻ, അധികമായിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു ഫീലിംഗ് മനസ്സിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് ദൈവം വെളിപ്പെടുത്തുന്നില്ല. അത് സമയത്ത് ദൈവം അത് വെളിപ്പെടുത്തും. അതിനായിട്ട് വിധേയപ്പെട്ടു കൊടുക്കുക. കൂടുതൽ സമയങ്ങൾ
പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. ആമേൻ. ഗോഡ് ബ്ലസ് യു.